ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിയമവിദഗ്ധരുമായി ചർച്ചകൾ തുടരുകയാണ് എന്ന വിവാദ പരാമർശവുമായി ന്യൂയോർക്ക് സിറ്റി മേയർ സൊഹ്റാൻ മംദാനി. UN പൊതുസഭയിൽ പങ്കെടുക്കുവാനായി ന്യൂയോർക്കിലെത്തുന്ന വേളയിൽ അറസ്റ്റ് ചെയ്യുമെന്നാണ് മേയറുടെ പരാമർശം. രാജ്യാന്തര ക്രിമിനൽ കോടതി നെതന്യാഹുവിനെതിരെ യുദ്ധക്കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് എന്നും നെതന്യാഹു ഹേഗിലെ തടവറയിലാണ് കഴിയേണ്ടതെന്നുമായിരുന്നു അഭിമുഖത്തിൽ സൊഹ്റാൻ മംദാനി പരാമർശിച്ചത്. തന്റെ മേയർ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും നെതന്യാഹുവിനെ ന്യൂയോർക്കിൽ വെച്ച് അറസ്റ്റ് ചെയ്യുമെന്ന് മംദാനി പ്രഖ്യാപിച്ചിരുന്നു. ഒരു വിദേശ രാഷ്ട്രത്തലവനെ അറസ്റ്റ് ചെയ്യാൻ ന്യൂയോർക്ക് പോലീസിന് നിയമപരമായ അധികാരമുണ്ടോ എന്ന കാര്യത്തിൽ പൂർണ്ണ ഉറപ്പില്ലാത്തതിനാൽ നഗരത്തിന്റെ നിയമവകുപ്പുമായി ഇത് സംബന്ധിച്ച് സജീവ ചർച്ചകൾ നടക്കുകയാണ് എന്നും നിയമം അനുവദിക്കുന്നതെന്തും താൻ ചെയ്യുമെന്നും മംദാനി പറഞ്ഞു. മേയറുടെ പ്രസ്താവനയ്ക്കെതിരെ യുഎന്നിലെ ഇസ്രായേൽ അംബാസഡർ ഡാനി ഡാനൻ ശക്തമായി പ്രതികരിച്ചു. ന്യൂയോർക്ക് നഗരത്തിൽ വർദ്ധിച്ചുവരുന്ന ജൂതവിരുദ്ധത തടയുന്നതിലും മേയർ പദവിയിലെ ഉത്തരവാദിത്തങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഇസ്രായേലിനെ ആക്രമിച്ച വാർത്തകളിൽ ഇടം നേടാനാണ് മംദാനി ശ്രമിക്കുന്നതെന്ന് ഡാനൻ എക്സിൽ കുറിച്ചു. ഈ ഭീഷണികളൊന്നും ഒന്നിനെയും മാറ്റാൻ പോകുന്നില്ല എന്നും നെതന്യാഹു ന്യൂയോർക്കിലെത്തിയ അഭിമാനത്തോടെ UN പൊതുസഭയെ അഭിസംബോധന ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇവിടെ ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ടെങ്കിൽ അത് മേയർ സൊഹ്റാൻ മംദാനി ആണ് എന്നും ഡാനൻ കൂട്ടിച്ചേർത്തു. മുൻപൊരു റേഡിയോ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ നെതന്യാഹുവും മംദാനിക്കെതിരെ രംഗത്തെത്തിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.